എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ കൃത്യമായ ഒരു ഡേറ്റ് വന്നോ? പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി എക്സാം എന്നായിരിക്കും നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. ഇത് വിദ്യാർത്ഥികൾ കൂടുതലായി ചോദിക്കുന്നതിന് ഒറ്റ കാരണമായിട്ട് തന്നെ അവർ പറഞ്ഞത്, ഒരുപാട് വാർത്തയിലും വീഡിയോസിലും ഒക്കെ തന്നെ കണ്ട കാര്യമാണ്. 45 റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി എക്സാം നടത്തുന്നത്. റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി എക്സാം നടത്തുമെന്ന് നേരത്തെ മുതലേ വിദ്യാർത്ഥികൾ കാണുന്നൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞെങ്കിലും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. എന്നാൽ സപ്ലിമെൻ്ററി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നോട്ടിഫിക്കേഷനോ യാതൊരു അപ്ഡേറ്റുകളോ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് കൃത്യമായൊരു ഡേറ്റ് വന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പാക്റ്റ് ഡേറ്റ് ആയിട്ട് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നത് ഒരു ഫെബ്രുവരി മാസത്തോടെയാണ്. ഫെബ്രുവരി മാസം രജിസ്ട്രേഷനും വന്ന് ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ പരീക്ഷയും ഉണ്ടാകുമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 45 ദിവസമാകാൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് വന്നത് ഡിസംബർ മാസം 30-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ആ കണക്കിന് ഈ മാസം 30 ആയാൽ മാത്രമാണ് 30 ദിവസം തികയുക. അതുപോലെ തന്നെ വീണ്ടും 15 ദിവസത്തോളം ഇനിയും കടപ്പുണ്ട്. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ പോലും ഇനിയും 45 ദിവസമാകാൻ ഏതാണ്ട് ഒരു 10-13 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് തന്നെ എന്തായാലും ഒരാഴ്ചക്കകം 2ആഴ്ചക്കകം തന്നെ എന്തായാലും സപ്ലിമെൻ്ററി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുക. ഇതിലൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് സപ്ലി വന്ന പേപ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ കൂട്ടത്തിലുണ്ടാകുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നായിരുന്നു ഓർഡർ. എന്നാൽ ആ ഓർഡറിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ചുള്ള യാതൊരു പ്രതിപാദനവും ആ ഓർഡറിൽ നൽകിയിട്ടില്ല. അതായത് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് ആ ഓർഡറിൽ യാതൊരു തരത്തിലുള്ള പ്രതിപാദനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ ഈ സപ്ലിമെൻ്ററിയുടെ ഒപ്പം തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടത്തണോ വേണ്ടയോ എന്നുള്ളത് സർവകലാശാലകളായിരിക്കും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെൻ്ററി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് ഇമ്പ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുമോ, അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ള ചോദ്യത്തിന്, എന്തായാലും നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിനായി രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 2ആഴ്ചക്കകം തന്നെ, എന്തായാലും 2ആഴ്ചയും കൂടി, 45 ദിവസം തികയാൻ ഇനി 2ആഴ്ചയും കൂടി സമയമുണ്ട്. എന്തായാലും ഒരു 2ആഴ്ചക്കകം തന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു മാറ്റം, സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.